അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. റജബ് മാസത്തിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 70 തവണ ചൊല്ലേണ്ടത്, അഥവാ രാവിലെയും വൈകുന്നേരവും റജബ് മാസത്തിൽ 70 പ്രാവശ്യം ചൊല്ലണം. മൊത്തം 40 പ്രാവശ്യം രണ്ട് നേരം. റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അള്ളാഹുവെ, എനിക്ക് റഹ്മത്ത് ചെയ്യണേ, എൻ്റെ ദോഷങ്ങൾ പൊറുക്കണേ, എൻ്റെ തൗബ സ്വീകരിക്കണേ, എൻ്റെ മേൽ പാശ്ചാത്താപം സ്വീകരിക്കണേ. ഇതാണ് ആ ദുആഇൻ്റെ പൊരുൾ. രാവിലെയും വൈകുന്നേരവും 70 വട്ടം ചൊല്ലേണ്ടതാണ് ഈ പറഞ്ഞത്. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയാണ്. റബ്ബിഗ്ഫിർലി, എൻ്റെ റബ്ബേ, എനിക്ക് നീ മാപ്പ് ചെയ്യണേ. വർഹംനി, എന്നോട് കരുണ കാണിക്കണേ. ഞാനൊന്നും ആഖിറത്തിന് ചെയ്തിട്ടില്ല. നിൻ്റെ പുണ്യമായ മാസത്തെ ഞാൻ ബഹുമാനിച്ചുകൊണ്ട് ഈ മാസത്തിൽ നിൻ്റെ റഹ്മത്തിനെ ചോദിക്കുകയാണ്. ഉത്തുബ അലയ്യ, ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, എൻ്റെ മേൽ തൗബ സ്വീകരിക്കണേ. ഈ വാചകത്തെ അർത്ഥം അറിഞ്ഞ് ആവർത്തിച്ച് ചൊല്ലുക. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മാസമെന്ന് പറഞ്ഞിട്ടുള്ള മാസമാണ് റജബ്. റജബുൻ ഷഹ്റുല്ലാഹ്, അങ്ങനെയാണ് ഹദീസുള്ളത്. അള്ളാഹുവിൻ്റെ മാസമാണ് റജബ്. റജബ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ബഹുമാനം, തർജീബ്, ബഹുമാനിക്കേണ്ടതായിട്ടുള്ള മാസമാണ്. യുദ്ധം ഹറാമായ മാസങ്ങളിലെ ആദ്യ മാസമാണ് റജബ്. ആദ്യ മാസമല്ല, അതിൽപ്പെട്ട 4 മാസങ്ങളിൽ പെട്ട ഒരു മാസമാണ് റജബ്. മുഹറം മറ്റൊരു മാസം, മറ്റൊന്ന് ദുൽഖഅദ, മറ്റൊന്ന് ദുൽഹിജ്ജ, അങ്ങനെ 4 മാസമുണ്ട്. അതിൽപ്പെട്ടതാണ് റജബ്. ഈ റജബ് മാസത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ 27-ാം രാവിലെ, റജബിലെ 27-ാം രാവിലെ അള്ളാഹുവിനെ കാണാൻ മേറാജ് പോയിട്ടുണ്ട്. അതിനു മുമ്പ് സിയാറത്ത് ചെയ്യാൻ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഇന്നത്തെ ഫലസ്തീനിലെ ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അവിടം വരെ പോയതിന് ഇസ്രാ എന്ന് പറയും. അവിടെ നിന്ന് അങ്ങ് ആകാശത്തോട്ട് പോയി. അതിന് മേറാജ് എന്നാണ് പറയുക. ഈ മാസത്തിന് വേറെയും കുറേ പ്രത്യേകതകളുണ്ട്. ഈ മാസത്തിൽ അങ്ങനെ റജബ് യാത്രയിൽ മേറാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമായത്. നിസ്കാരത്തിൻ്റെ ഒരു വാർഷികം കൂടിയാണ് ഈ മാസത്തിൽ. നിസ്കാരത്തിൻ്റെ മാസമാണ് റജബ്. അതോടൊപ്പം ഈ മാസത്തിൽ ഖാജാ മൊയ്നുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം വരുന്നുണ്ട്. റജബ് 6-ന് ഖാജാ മൊയ്നുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു. വിശദമായ വീഡിയോ പിന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് ചെയ്യണമെന്നുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഹദീസിൻ്റെ അഗ്രഗണ്യരായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിച്ചാൽ പിന്നെ മുസ്ലിമീങ്ങൾക്ക് ആധാരം അതാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു വഫാത്ത് നടന്നതും ഈ റജബ് മാസത്തിലാണ്. റജബ് 1 ഉത്തരം കിട്ടുന്ന രാത്രിയാണ്. അതുകൊണ്ട് തന്നെ 1-ന് നമ്മൾ ധാരാളം ദുആ ചെയ്യും. 1-ൻ്റെ രാത്രിയിൽ, ഈ രാത്രിയിൽ, ഇതിപ്പോൾ റജബ് 1-ൻ്റെ രാത്രിയാണ്. അള്ളാഹുവെ, ഞങ്ങളെ ദുആ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നിറവേറ്റണേ അള്ളാഹ്. ഞങ്ങളുടെ അതുപോലെ ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെയൊക്കെ കാര്യത്തിൽ പരിഗണന നൽകി സഹായങ്ങൾ നൽകിയവരുണ്ട്. അബ്ദുള്ള വമ്പ്രാണയെ സഹായിച്ചവരുണ്ട്. അള്ളാഹുവെ, അദ്ദേഹം പെട്ടെന്നൊരു തടസ്സം ഉണ്ടായി. ഡയാലിസിസ് ചെയ്താലൊന്ന് ശ്വാസം നേരെ ആവാറുണ്ട്. അതും ആവാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അള്ളാഹുവെ, അദ്ദേഹത്തിന് പരിപൂർണ്ണ ശമനം നൽകണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം നടക്കാൻ പോവുകയാണ് ഫെബ്രുവരി മാസത്തിൽ. അള്ളാഹു അദ്ദേഹത്തിന് ആയുസ് നീട്ടിക്കൊടുക്കണേ അള്ളാഹ്. അദ്ദേഹത്തിൻ്റെ ഏക മകളുടെ പൊന്നുമോളുടെ വിവാഹത്തിന് നല്ല നിലയ്ക്ക് ആഫിയത്തോടെ അതിൽ കൂടാനും എല്ലാ കർമ്മങ്ങളും ചെയ്യാനും അദ്ദേഹത്തിന് അതിൽ കൂടാനും സഹായിക്കാനും ഞങ്ങൾക്കുമൊക്കെ ഭാഗ്യം നൽകണേ അള്ളാഹ്. ഒത്തിരി ആളുകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചവരുണ്ട്. എല്ലാവർക്കും അദ്ദേഹം ദുആ ചെയ്യും. രോഗിയായ ആളുകളുടെ ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദുആ ഞങ്ങളുടെ കാര്യത്തിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ സഹായിച്ചവരുടെയൊക്കെ കാര്യത്തിൽ, ദുആ വസിയത്ത് ചെയ്തവരുടെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെയും കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ആരോഗ്യ വിഷയത്തിൽ, അദ്ദേഹത്തിൻ്റെ ദുആ, എല്ലാ ദുആവും അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ദുആക്കും നീ ഉത്തരം നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിൻ്റെ ആ അവസ്ഥയിൽ ഒരു സഹോദരനല്ലേ എന്ന നിലയ്ക്ക് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്.
സഹായിച്ചവരെയൊക്കെ നീ സഹായിക്കണേ അല്ലാ. ഇനിയും സഹായങ്ങൾ ആവശ്യമുണ്ട്. 10-20 ലക്ഷം ചിലവാകുന്നൊരു കല്യാണമാണ്. നമ്മൾ 500-1000 അയച്ചിട്ടുള്ളൂ. എല്ലാം കൂടി ഒരു 3 പവനും പോലും ശരിക്കും ആയിട്ടില്ല. 5 പവനെങ്കിലും നമുക്ക് കൊടുക്കണം ഇൻഷാ അല്ലാ. ഇപ്പം എല്ലാം കൂടി ഒരു 40-45 ആകുമ്പോൾ ഏകദേശം 14-20 2 ലക്ഷമെങ്കിലും വേണം. 2 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് നമുക്കാക്കി കൊടുക്കണം. നിങ്ങൾ ഈ റജബ് മാസത്തിൽ ധാരാളം സ്വതക്ക ചെയ്യുക. സ്വതക്കയുടെ പുണ്യങ്ങളും മഹത്വങ്ങളും ഒക്കെ അറിയാത്തവരല്ലല്ലോ മുസ്ലിമീങ്ങൾ. പരസ്പരം സഹായിക്കാത്തവരല്ലല്ലോ വിശ്വാസികൾ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിങ്ങൾക്കും സഹായിക്കുന്നവരാണ് നമ്മളെല്ലാവർക്കും സഹായിക്കുകയും ഭക്ഷണം നൽകുകയും ഭക്ഷണം വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ആ വിവാഹത്തിന് അവിടെ വരുന്നവർക്ക് ഭക്ഷണം നൽകാൻ ആ സ്ത്രീയുടെ കഴുത്തിൽ, മകളുടെ കഴുത്തിൽ നല്ലൊരു സ്വർണ്ണം അണിയിക്കാൻ ഒക്കെ ആഗ്രഹിച്ചിട്ടല്ലേ നമ്മൾ പറഞ്ഞത്. റജബ് മാസം വരെയാണ്. അള്ളാഹുവെ, ഞങ്ങൾക്കോ മക്കൾക്കോ ഇങ്ങനെയുള്ള കിഡ്നി ഫെയിൽ പോലുള്ള രോഗങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ, മറ്റു വ്യാധികൾ, ഹോസ്പിറ്റലിൽ കഴിയേണ്ട അവസ്ഥ നൽകല്ല റബ്ബെ. ഹോസ്പിറ്റലിൽ കാണുമ്പോൾ തന്നെ, ഹോസ്പിറ്റലിലേക്ക് കയറുമ്പോൾ തന്നെ മുഷിപ്പാണ്, വെറുപ്പാണ്. അള്ളാഹു ആഫിയത്ത് തരണേ അള്ളാഹ്. നീ ഞങ്ങൾക്ക് വിധിച്ചതിൽ ക്ഷമിക്കാനുള്ള വലിയ ഈമാനും നൽകണേ അള്ളാഹ്. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അള്ളാഹ്. ഈ പുണ്യമായ രാത്രിയിൽ, റജബിലെ 1-ാം രാത്രിയിൽ പള്ളിയുടെ മുകളിൽ നിന്നിട്ടാണ് ഞാൻ ഈ ദുആ ചെയ്യുന്നത്. അള്ളാഹുവെ, നിൻ്റെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ദുആ ചെയ്യുന്നത്. അള്ളാഹുവെ, ആ നക്ഷത്രങ്ങളെയും താണ്ടി ആർക്കും എത്താൻ പറ്റാത്ത ഏരിയയിലേക്ക് ഈ കാണുന്ന ഗാലക്സിയും മിൽക്കി വേയും ഒക്കെ കടന്നിട്ട് അങ്ങോട്ട് 7 ആകാശവും അതിനപ്പുറവും അർഷും കുർഷും ലവും മഹ്ഫൂദും എല്ലാം കഴിഞ്ഞിട്ട് സ്വർഗവും നരകവും ഒക്കെ താണ്ടി അപ്പുറം, അത് മലക്കുകൾക്ക് പോലും എത്താൻ പറ്റാത്തിടത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പോയി ഇവിടെ ഇനി ഭാവിയിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ അരങ്ങേറുന്നത്, സ്വർഗത്തിൽ ആളുകൾ നടക്കുന്നത്, നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നത് എല്ലാം കണ്ട് വന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മിറാജിൻ്റെ മാസമല്ലേ റബ്ബേ. നിൻ്റെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിനക്ക് എത്ര ഇഷ്ടമുണ്ടോ ആ ഇഷ്ടങ്ങളെ മുൻനിർത്തി ഞങ്ങൾ യാചിക്കുന്ന അവിടുത്തെ ഉമ്മത്തുകളായ ഞങ്ങൾക്ക്, ഈ ശബ്ദം കേൾക്കുന്നവർക്ക്, ആമീൻ ചൊല്ലുന്നവർക്ക് എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. എന്തു പ്രശ്നമാണ് അവർ അലട്ടുന്നത് എല്ലാം നിനക്കറിയാമല്ലോ അല്ലാ. നിന്നോട് ഒരുപാട് വട്ടം അവർ പറഞ്ഞതല്ലേ. നീ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളുടെ അവരുടെയും ദുആക്ക് ഉത്തരം തരണേ അല്ലാ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പെട്ടെന്ന് നീ വിധിച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നൽകണേ അല്ലാ. വീടിൻ്റെ പണി പകുതിയിലായവരുണ്ട്, പൂർത്തിയാക്കണേ അല്ലാ. അള്ളാഹുവെ, മക്കളില്ലാത്തവരുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം ശരിയാകാത്തവരുണ്ട്, ശരിയാക്കണേ അല്ലാ. കുടുംബത്തിൽ സ്വസ്ഥത, ഐക്യവും സ്നേഹമില്ലാത്തവരുണ്ട്, അള്ളാഹുവെ സ്നേഹവും ഐക്യവും നൽകണേ അല്ലാ. ജോലി നൽകണേ അല്ലാ. ജോലിയിൽ ഉയർച്ച നൽകണേ അല്ലാ. കടമുള്ളവരുണ്ട്, വീട്ടിൽ കൊടുക്കണേ അല്ലാ. അപകടങ്ങളിൽപ്പെട്ട ഹോസ്പിറ്റലിലായവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. മറ്റ് രോഗങ്ങളിലുള്ളവരുണ്ട്, നീ ശിഫ നൽകണേ അല്ലാ. കൈയും കാലം അനങ്ങാതെ കിടക്കുന്നവരുണ്ട്, ചെറിയൊരു അനക്കമെങ്കിലും കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കൂട്ടുകാരൻ അബ്ദുൽ ഖാദർ വീണ്ടും കയ്യിലേക്കും മറ്റുമൊക്കെ രോഗങ്ങളുള്ളതുണ്ട്, അങ്ങനെ വിഷമിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രോഗം അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെയും ശിഫയാക്കണേ അല്ലാ. ശൈഖിന കാന്തപുരം ഉസ്താദിന് നീ ശിഫ നൽകണേ അല്ലാ. ദീർഘായുസ്സും ആഫിയത്തും നല്ല ശബ്ദവും പഴയതിലും നല്ല മനോഹരമായ ശബ്ദവും ഓർമ്മശക്തി അവിടത്തേക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തിട്ടുള്ള, ഞങ്ങളെ സഹായിച്ചിട്ടുള്ള, ഞങ്ങളെ വീടിൻ്റെ കാര്യത്തിൽ സഹായിച്ചിട്ടുള്ള, എൻ്റെ വീട് ഇപ്പോഴും തറയാണ്, അഥവാ ഫൗണ്ടേഷനിൽ തന്നെ നിൽക്കുവാണ്. അള്ളാഹു, അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴി നീ തുറന്നു തരണേ അല്ലാ. തടസ്സങ്ങളൊക്കെ നീ നീക്കണേ അല്ലാ. നീ ഞങ്ങളെ ഈമാനിൻ്റെ അളവനുസരിച്ചല്ലേ പരിശോധിക്കുകയുള്ളൂ. ഇതൊന്നും താങ്ങാനുള്ള ഈമാൻ ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ. ഞങ്ങളെ ഈമാൻ വർദ്ധിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ. മറ്റേതെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ എല്ലാം അറിയുന്നവനാണ്. ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളിലും സലാത്ത് വേദികളിലും മറ്റുമെല്ലാം പറഞ്ഞിട്ടുള്ള എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കണേ അല്ലാ. നമ്മളുടെ ഒരു കൂട്ടുകാരൻ അകാരണമായി മദ്രസ മുഅല്ലിം ചെറിയൊരു ശിക്ഷാവിധി നടപ്പിലാക്കിയതിൻ്റെ പേരിൽ ജാമ്യമില്ലാതെ ജയിലിലാണ് റബ്ബെ. അദ്ദേഹത്തിന് നീ മോചനം നൽകണേ അല്ലാ. കുടുംബത്തിന് അലിവ് നൽകി കേസില്ലാതാക്കി പൂർണ്ണമായും അദ്ദേഹത്തിന് നീ ഇസ്സത്തും ആഫിയത്തും രക്ഷയും സലാമത്തും നൽകണേ അല്ലാ. അദ്ദേഹത്തിൻ്റെയും ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റണേ അല്ലാ. ഭാര്യയും മക്കളും വാടകപ്പരയിലാണ് അവൻ്റെ. അള്ളാഹുവെ, അവർക്ക് എത്രയും പെട്ടെന്നൊരു വലിയ മോചനം നൽകണേ അല്ലാ. ഞങ്ങൾക്കെല്ലാം സ്വന്തമായി വീടും വാഹനവും
സ്വത്തും സമ്പാദ്യവും നല്ല മക്കളെയും ഈമാനോടുള്ള ജീവിതം, ഇസ്സത്തുള്ള ആഫിയത്തുള്ള ഐക്യമുള്ള സന്തോഷമുള്ള ജീവിതവും നൽകണേ അല്ലാഹ്. ഫലസ്തീനിലും പ്രദേശത്തും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ സമാധാനം നൽകണേ അല്ലാഹ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ലാഹ്. ഇവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്, രാഷ്ട്രീയ ലാഭം കൊയ്യാൻ കൊതിക്കുന്നവരുണ്ട്. അവരെയെല്ലാം നീ തകർക്കണേ അല്ലാഹ്. ഞങ്ങളെ ഒറ്റപ്പെടുത്തിയവരെ നീ ഒറ്റപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്നും മറ്റുമെല്ലാം തള്ളി ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ഞങ്ങളുടെ പ്രതികാരം നീ ചെയ്യണേ അല്ലാഹ്. നീ ചോദിക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും പ്രിയപ്പെട്ടവർക്കും നീ വിജയങ്ങൾ നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ഇന്ന് രാത്രി ഒരു ഫത്ഹ് സൂറത്ത്, മുൽക്ക് സൂറത്ത്, വാക്കിയ സൂറത്തൊക്കെ ഓതി ദുആ ചെയ്യുക. നാളെ രാവിലെ റബ്ബിഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ ചൊല്ലാൻ മറക്കരുത്. 70 വട്ടം വൈകുന്നേരം ചൊല്ലുക. നിങ്ങളെല്ലാ ദുആയിലും ഈ ഷാഹുൽ സഖാഫി എന്ന കമറുളി ഈ ചാനലിൻ്റെ ഈ ഉസ്താദിന് ദുആ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. ലോക മുസ്ലിമീങ്ങൾക്കും അബ്ദുൽ നാസർ മഹദിനിക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുആ ചെയ്യുക. എല്ലാവർക്കും ദുആ ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും ആഫിയത്തും സന്തോഷവും വിജയവും നൽകട്ടെ. പരീക്ഷകളിലൊക്കെ നമ്മളെ മക്കൾക്ക് വിജയം നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് തരട്ടെ. വിവാഹം നിശ്ചയിച്ചവരുണ്ട്, നല്ല സന്തോഷത്തിൻ്റെ ജീവിതം എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. മറ്റു മക്കളുടെ ബുദ്ധിമോശം മറ്റുമൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും കാര്യം അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ നീ എല്ലാവർക്കും മോചനം നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്. മക്കൾക്കും ഞങ്ങൾക്കുമൊക്കെ നല്ല ബുദ്ധിയും നല്ല ജീവിതവും നല്ല ഭാവിയും ആഖിറത്തിൻ്റെ വിജയവും നൽകണേ അല്ലാഹ്. ദുആ വസിയത്തോടെ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.